ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ചിക്കൻ ഫ്രൈ, ക്രിസ്പി ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിക്കാനാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് നല്ല ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരു 750 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഈ 20 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്ത് വെച്ച് എങ്ങനെ നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നമ്മുടെ പിള്ളേർക്കോ നമ്മുടെ വീട്ടിലുള്ളവർക്കോ ഒക്കെ ഗാർണിഷ് ചെയ്ത് എങ്ങനെ കൊടുക്കാൻ പറ്റും. ഒത്തിരി നേരം ഒന്നും സ്പെൻഡ് ചെയ്യാതെ നമുക്ക് ചെയ്യാവുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതുവേണ്ടി ട്രൈ ചെയ്യുക. അത് നല്ലതാണെങ്കിൽ എനിക്ക് കമൻറ്റ്സ് ചെയ്യുക. എൻ്റെ ഫിഷ് കറിയൊക്കെ ചെയ്ത് നോക്കി നല്ലതാണെന്ന് പറഞ്ഞ് മെസ്സേജൊക്കെ വന്നു. അതുപോലെ ചിലതൊക്കെ ഇച്ചിരി എരിവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് കുറച്ചിടുക. അപ്പോൾ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അളവുകളൊക്കെ ചെറിയ രീതിയിലൊക്കെ അവരവർ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലുള്ളത് ഞാൻ ഇനിയും ഇടുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നോരോന്ന് താല്പര്യമുള്ളവർ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ വ്ളോഗിങ് വിടുന്നുണ്ട്. അത് ഓരോരുത്തർക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടുവാണെങ്കിൽ പെട്ടോട്ടെ എന്ന് കരുതി തന്നെയാണ്. നാട്ടിൽ നിന്ന് ആർക്കെങ്കിലും കയറി വരാനൊക്കെ താല്പര്യമുള്ളവർക്ക് വരാം. അത് ഞാനിപ്പോൾ ജസ്റ്റ് തുടങ്ങിയേക്കും നേഴ്സസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എങ്ങനെ സെറ്റിൽ ചെയ്യുക, അങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിടുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഷെയർ ചെയ്യുക, അവർ സപ്പോർട്ട് ചെയ്യുക, അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അവർക്ക് അത് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഒപ്പം തന്നെ ലൈക്കും കമൻസും ഒക്കെ യൂട്യൂബിലും കൂടി ഇടുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തന്നെ എന്നെ നേരിട്ട് വിളിക്കുന്നതിലും നല്ലത്. അപ്പോൾ അങ്ങനെ എനിക്കൊരു സപ്പോർട്ട് വരും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും ചെയ്യുക. എല്ലാവരും ഷൈനീസ് കിച്ചൺ വാച്ച് ചെയ്യുക. ഷൈനീസ് കിച്ചണിൽ കൂടി തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഷൈനീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ഷൈനി. താങ്ക് യു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ആണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 750 ഗ്രാം ചിക്കനാണ്. അതിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈനലി ടേസ്റ്റ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സ്വല്പം കറിവേപ്പില, ചുവന്നുള്ളി ഒരെണ്ണം, 2-3 പച്ചമുളക്, ഇഞ്ചി ആൻഡ് 3 പീസസ് വെളുത്തുള്ളി. ഇത് രണ്ടും കൂടി ഇടിച്ച് നന്നായിട്ട് ഇടിച്ച് പേസ്റ്റ് പോലെ ആക്കി അത് ഇതിനോട്ട് പുരട്ടും. എന്നിട്ട് ബാക്കിയെല്ലാം നമ്മൾ വറുത്ത് കോരിയെടുത്ത് ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ വിത്ത് നോർമൽ ചില്ലിയും കൂടി ഇട്ട് പൊടിച്ചതാണ്. 1 ടീസ്പൂൺ, അപ്പം ആവശ്യത്തിന് എരിവ് വരത്തുള്ളൂ. 1 ടീസ്പൂൺ ഇറച്ചി മസാല ആൻഡ് 1 ടീസ്പൂൺ ചിക്കൻ മസാല. അതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. 1 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഈ മസാലക്കൂട്ടുകളെല്ലാം കൂടി ഇട്ട് ബീറ്റ് ചെയ്ത് അത് ഞാൻ അതിലോട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇത്രയാണ് ഇന്നത്തെ ചിക്കൻ വറക്കാനായിട്ടുള്ളത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എൻ്റെ അരിപ്പൊടി പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇതിടുവാണ്. അപ്പോൾ നന്നായിട്ടായി. ഇതിലോട്ട് നമ്മൾ ചിക്കനിലോട്ട് ഇടാൻ പോവുകയാണ്. ചിക്കൻ ഇങ്ങോട്ട് എടുത്തിടാൻ പോവാണ്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് നാൾ പറഞ്ഞ പോലെ തന്നെ വിനെഗറിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ കൂടെ ഞാൻ സ്വല്പം മല്ലിയിലയും കൂടി ഇട്ട് അതിലിട്ട് ഞാൻ ഇതിലോട്ട് പുരട്ടി വെക്കാൻ പോവാണ്. മറിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ്. ഇതൊരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇനി 10 മിനിറ്റ് നേരം കൂടി ഈ മല്ലിയില സാധനം എല്ലാം കൂടി ആയി വരട്ടെ. ഇപ്പം നമ്മൾ വറക്കാനുള്ള നമ്മുടെ നല്ല മുരിഞ്ഞ് വരത്താനുള്ള നമ്മുടെ ചിക്കൻ ഫ്രൈ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയേക്കുന്നത് നമ്മൾ ഇന്ന് നല്ല ബോയിലായിരിക്കുന്ന എണ്ണയിലോട്ട് നമ്മൾ ഇടാൻ പോവുകയാണ്. ഇത് നല്ല റെഡി ആയിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാം കറക്റ്റാണ്. ചെറുതായിട്ട് വരഞ്ഞ് ചിക്കനിലെല്ലാം പുരട്ടി ഉണ്ടാവും. ഇങ്ങനെ ഇരിക്കുന്നത്. ഇപ്പം പിന്നെ ഇതിലോട്ട് നമ്മൾ ഈ മസാല കൂട്ടി
നല്ല ബോയിലായിരിക്കുന്ന ഈ എണ്ണയിലോട്ട് ഇടുകയാണ്. നല്ല ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് ഇടണം, അല്ലെങ്കിൽ അത് ചിലപ്പം ഇത് മസാല ചിലപ്പം പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. മസാലയുടെ കൂടി ഇടുകയാണ്. ചിക്കൻ ഒരുവിധം നന്നായിട്ട് മുരിഞ്ഞു. അത് നമ്മളിനി 1 by 1 മറിച്ചിടാൻ പോവുകയാണ്. ഒരു സൈഡ് നന്നായിട്ടായി കഴിഞ്ഞിട്ടേ ഇളക്കാവുള്ളൂ. നേരത്തെ ഇളക്കിയാൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നേരത്തെ ഇളക്കാതെ 1 by 1 ആയി കഴിയുമ്പോൾ മറിച്ചിടുക. ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ അകത്ത് എണ്ണ കളയാൻ വേണ്ടിയിട്ട് 1 by 1 നമുക്ക് അത് കോരിയെടുക്കാം. നല്ല കണ്ണാപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കോരി ഇച്ചിരി നേരത്തെ തന്നെ എണ്ണ പോകാനായിട്ട് തീയുടെ മുകളിൽ തന്നെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ടിഷ്യൂ ഉപയോഗിച്ച് അതിലോട്ട് നമ്മളിട്ട് നല്ലോണം എണ്ണ കളയുക. അപ്പോൾ ഈ എണ്ണയിലോട്ട് നമ്മൾ അതിനകത്ത് അലങ്കരിക്കാനുള്ള ചെറിയ കരിയാപ്പല, അണ്ടിപ്പരിപ്പ്, അതുപോലെ തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇതൊക്കെ കൂടി ഇച്ചിരി ഉള്ളി നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കൂടി ഇതിനകത്തിട്ട് ഒന്ന് വറുത്ത് കോരി അതിൻ്റെ പുറത്ത് ഇട്ട് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അതും നന്നായിട്ട് എണ്ണ പോയി കഴിയുമ്പോൾ വറുത്ത് കോരി വെക്കുന്ന ഇതും കൂടി ഇട്ട് അലങ്കരിച്ച് നമുക്ക് നന്നായിട്ട് കഴിക്കാവുന്നതാണ്. Thank you for watching my video. Please subscribe and support and like my videos. Thank you for your support again.